നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ 7-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ കഥയിലാണ് സിനിമാ ചരിത്രം നിർത്തിയത്. സംവിധായകനായ എ സുന്ദരവും നായിക നടിയായ കുഞ്ചിയമ്മയും ഒളിച്ചോടി ചിത്രീകരണം നിന്നു. പക്ഷേ ടി.ആർ. സുന്ദരം എന്ന മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ഉടമ ചിത്രീകരണം അവിടെ നിർത്താൻ തീരുമാനിച്ചില്ല. ചിത്രീകരണം തുടരാൻ തന്നെ തീരുമാനിച്ചു. ഇത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയം. എങ്കിലും അദ്ദേഹം മാതൃഭൂമി, മലയാള രാജ്യം തുടങ്ങിയ പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയും പ്രദർശനശാലകൾക്ക് കത്തെഴുതുകയും ചെയ്തു. സാമ്പത്തിക ആവശ്യമായിരുന്നു അതിലെ വിഷയം. അന്ന് കേരളത്തിൽ ഏതാണ്ട് 30ഓളം പ്രദർശനശാലകളേ ഉള്ളൂ. ഓരോ പ്രദർശനശാലയും ദിവസ വരുമാനം ശരാശരി 35 രൂപ മാത്രം. എങ്കിലും അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ചയ്ക്കുള്ളിൽ 25,000 രൂപ സുന്ദരത്തിന് ലഭിച്ചു. സുന്ദരം പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. മലയാളി അസോസിയേഷൻ്റെ ബാക്കി ഉള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി. നൊട്ടാണിയെ സംവിധായകനായി തീരുമാനിച്ചു. കഥയും കാര്യങ്ങളും മാറ്റി എഴുതണം, നായകനെയും നായികയെയും കണ്ടുപിടിക്കണം, പുനരേകീകരണം നടത്തണം, നല്ലൊരു സംഘാടനം വേണം. ഈ പ്രവർത്തനങ്ങളെല്ലാം വിൻസെൻറ്റിനെ ഏൽപ്പിച്ചു. വിൻസെൻ്റ് ആലപ്പുഴയിലേക്കെത്തി തൻ്റെ അമ്മാവനായ കുഞ്ഞു ഭാഗവതരെ കണ്ടു. വിൻസെൻ്റ് ഒറ്റയ്ക്കായിരുന്നില്ല, മാനേജറായ മുനിസ്വാമിയെ കൂട്ടിയിട്ടാണ് വന്നത്. അങ്ങനെ കുഞ്ഞു ഭാഗവതരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മുത്തുകുളം രാഘവൻപിള്ളയെ കാണുകയാണ് ഉണ്ടായത്. മുതുകുളം രാഘവൻപിള്ള കവിയും അതേസമയം നടനുമായിരുന്നു. നടൻ എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം PS വാര്യരുടെ നാടക കമ്പനിയിലെ നടനായിരുന്നു. മുതുകുളം രാഘവൻപിള്ളയെ വന്ന് കഥയൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റി എഴുതിയ തിരക്കഥ, ബാലൻ എന്ന ആ സിനിമയുടെ തിരക്കഥ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ പഴയ നടീനടന്മാരെയും ഒഴിവാക്കി. നായക നടനായി KK അരൂരിനെയും നായികയായി കുമരകം സ്വദേശിനി MK കമലത്തെയും തീരുമാനിച്ചു. അവരെ വിളിച്ചു വരുത്തി. പിന്നെയും നടന്മാരും നടിമാരും ഉണ്ടായി. പിന്നെയും ചില സംഭവങ്ങളുമുണ്ടായി. ആ സംഭവങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയ വൺ ലൈനെ കുറിച്ച് കൂടി ആലോചിക്കാം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വൺ ലൈനിൽ ഒരു സിനിമയെ നമ്മൾ എടുത്തു കാണിച്ചു. ചരിത്രപരമായ സിനിമ, ഡോക്ടർ ബാബാ സാഹേബ് അഹമ്മദ് പട്ടേലിൻ്റെ സിനിമ. അതിനു മുമ്പത്തെ ഭാഗത്ത് നമ്മൾ രാഷ്ട്രീയ അന്തർധാരയുള്ള മജീദിയുടെ സിനിമയെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒന്ന് കാണാനുള്ള സിനിമ, അല്ലെ കാണേണ്ടതായ ഒരു സിനിമയാണ് മണിരത്നത്തിൻ്റെ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമ. ഭാഷയുടെയും ദേശത്തിൻ്റെയും വംശത്തിൻ്റെയും അതിരുകൾ കടന്നു നിൽക്കുന്ന വികാരമാണ് മണിരത്നം കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലൂടെ ആവിഷ്കരിക്കുന്നത്. തമിഴ് സിംഹള രാഷ്ട്രീയ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ഭൂമിക തയ്യാറാക്കിയിരിക്കുന്നത്. അമുദം എന്ന 8 വയസ്സുകാരിയുടെ നിരാലംബ ബോധം. അനാഥയാണ് പെൺകുട്ടി. എന്നാൽ ഒരു വളർത്തമ്മയുണ്ട്. സ്നേഹത്തിൻ്റെ നിർദ്ദയാവസ്ഥകളെ മനോഹരമായി വിഷ്വലൈസ് ചെയ്യുന്ന ഈ സിനിമ ഒരു അന്താരാഷ്ട്ര സൗന്ദര്യം കൈവരിച്ചിരിക്കുന്നു. വളർത്തമകളായ അമുദത്തിൻ്റെ മാറ്റങ്ങളിൽ വലിയ രാഷ്ട്രീയ ധ്വനികളും ഉണ്ട്. അമുദം എന്ന 8 വയസ്സുകാരി അനുഭവിക്കുന്ന മാനസിക സംഘർഷം അമ്മയെ തേടി കണ്ടുപിടിച്ച് എത്തുമ്പോഴാണ് മറ്റൊരു ഭീകര സത്യം മനസ്സിലാക്കുന്നത്. ഭീകരമായൊരു സ്നേഹത്തിൻ്റെ അടിമയാണ് അന്ന് അമ്മ. തൻ്റെ ജനതയുടെ രാഷ്ട്രീയ അധീശത്വം പിടിച്ചെടുക്കാനുള്ള സമര സ്നേഹത്തിൻ്റെ അടിമ. നോക്കൂ, ആ സിനിമ എങ്ങനെയൊക്കെ ഏതൊക്കെ ദിശയിലേക്കാണ് തിരിയുന്നത്. മനസ്സിൻ്റെ ഏതൊക്കെ കോടുകളിലും ചരിത്രത്തിൻ്റെ ഏതൊക്കെ അംശങ്ങളുമാണ് ചേർത്ത് വയ്ക്കുന്നത്. യുദ്ധത്തിൻ്റെ രാപ്പകലുകൾ സമ്മാനിക്കുന്ന വേദനയും കഠിനതകൾക്കിടയിൽ
നിന്നും മണിരത്നം ഉയർത്തിക്കൊണ്ടുവന്ന കന്നത്തിൽ മുത്തമിട്ടാൽ എന്നതിൻ്റെ ദൃശ്യ ഭാഷ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മൾ കാണണം. ഇത് കഴിഞ്ഞ 2 സിനിമയേക്കാൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ഓരോ സിനിമകളും നമുക്ക് പാഠപുസ്തകങ്ങളാണ്. അമേരിക്കൻ എഴുത്തുകാരനായ ഡിറ്റ് സെയിൻ ഒരിക്കൽ പറയുകയുണ്ടായി. സ്ക്രിപ്റ്റിനെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത്, നല്ലൊരു സ്ക്രിപ്റ്റിന് 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവ യൂണിറ്റി, പ്രോഗ്രഷൻ, പ്രൊപ്പറേഷൻ, കണ്ടിന്യൂറ്റി എന്നിവയാണ്. സ്ക്രിപ്റ്റിലേക്ക് കടക്കുമ്പോഴേക്കും നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ഒന്നുണ്ട്, ഒരു വൺ ലൈൻ തയ്യാറാക്കുമ്പോൾ ഇത്തരം വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ അനുഭൂതി സൃഷ്ടിക്കുന്ന സിനിമയുടെ രീതി നമ്മൾ മനസ്സിലാക്കാൻ ഇത്തരം സിനിമകൾ കണ്ടേ മതിയാകൂ. വെറുതെ ഒരു ഉദാഹരണം പറയാം. ഒരു നായകനും നായികയും ചെറുപ്പക്കാരാണവർ, പ്രണയിച്ചിരിക്കുന്നു. നായികയ്ക്ക് മറ്റൊരു വിവാഹമെത്തി. നായകനെ അറിയിക്കുന്നതാണ് സീൻ. നമുക്കെങ്ങനെ വൺ ലൈൻ എഴുതാനാകും? ഒരുപക്ഷെ ക്രിസ്ത്യൻ ആണെന്നിരിക്കട്ടെ, പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നായികയെ കാത്തു നിൽക്കുന്ന നായകൻ ഇറങ്ങി വരുമ്പോൾ നായിക ഈ സത്യം പറയുന്നു. വൺ ലൈനിൽ നമ്മൾ എഴുതുന്നു, പകൽ, ഔട്ട്ഡോർ. അതേപോലെ പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന നായിക തന്നെ നോക്കി നിൽക്കുന്ന നായകൻ്റെ അടുത്ത് മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച ശേഷം വന്ന് മറ്റൊരു വിവാഹം തനിക്കായി എന്ന് പറയുന്നു. ഇത്ര മതി വൺ ലൈൻ. ബാക്കി വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് പള്ളി ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സമയം പറഞ്ഞു, പള്ളിമറ്റമൊക്കെ പറഞ്ഞു. ഇതൊരു വാട്സപ്പ് മെസ്സേജ് ആവാം, ഫോണിൽ വിളിച്ചതാവാം, മെയിൽ ചെയ്തതാവാം, വേറെ കൂട്ടുകാരിയെ വിളിച്ച് പറഞ്ഞു വെച്ചതാവാം. പിന്നീടുണ്ടാവുന്ന പ്രതികരണമൊക്കെ ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് അടുത്ത സീനിലാണ് വരുന്നത്. അതിനുള്ള വൺ ലൈനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു സീനിൻ്റെ വൺ ലൈൻ എന്തായിരിക്കും? ടെലഫോണിലാണെങ്കിൽ സ്ഥലം വേറെ ആവാം. ഒരുപക്ഷെ നായകൻ ജോലി ചെയ്യുന്ന സ്ഥലം. പെട്ടെന്ന് ഒരു ടെലഫോൺ വരുന്നു, എടുക്കുന്നു, അയാൾ വല്ലാതാവും. പെട്ടെന്ന് തന്നെ അത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വരുന്നു. ഈ കാര്യം കാലം മാറിയിരിക്കുന്ന നേരിട്ട് കണ്ട് പറയണം എന്നൊന്നുമില്ല. ഏതായിരിക്കും സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സീൻ എഴുതാൻ. സീൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഈ വൺ ലൈൻ എഴുതുമ്പോൾ ഈ 2 ലൈൻ മതി. നായിക നായകനോട് തനിക്ക് മറ്റൊരു വിവാഹം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. നായകൻ നായികയുടെ കാമുകനാണ്, അത് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാം, നായിക കാമുകനായ നായകനോട് തനിക്ക് മറ്റൊരു വിവാഹം വന്നിരിക്കുന്നു എന്ന് അറിയിക്കുന്നു. പ്രതികരണം മതി, അത്ര മതി. സിനിമയുടെ സ്വഭാവം അനുസരിച്ചാണ് പിന്നീടുണ്ടാകുന്ന പ്രതികരണം. നായകൻ ഒരു എസ്കേപ്പിസമുള്ള ആളാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? നായകൻ ഒരു റിവഞ്ചുമായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും? ധീരനാണെങ്കിൽ എങ്ങനെയായിരിക്കും? കണ്ണിങ് ആയിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതൊക്കെ സിനിമയുടെ സ്വഭാവമാണ്. പക്ഷെ ആ ഒരു സീനിന് ഈ ഒരു വൺ ലൈൻ മാത്രം മതിയാകും. ആ ഒറ്റ സീൻ പിന്നീടാണ് ആ സീൻ വികസിപ്പിക്കുക. ഇത് രാഷ്ട്രീയ സിനിമയും നേരത്തെ പറഞ്ഞ പോലെ മജീദിയുടെ സിനിമ മറ്റൊന്നാണ്. അതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് സീൻ വരുന്നത്. ആ സീൻ അനുസരിച്ചാണ് അതിൻ്റെ വൺ ലൈൻ വരുന്നത്. ഇവിടെ കന്നത്തിൽ മുത്തമിട്ടാൽ എന്നതിൻ്റെ സീൻ വരുന്നത് ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ചാണ്. അതനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതനുസരിച്ചാണ് ഒരു കഥാപാത്രത്തെ കണ്ടെത്തിയിരിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് കഥ നീങ്ങുന്നത്, കഥ വളരുന്നത്. അതനുസരിച്ചുള്ള സീനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. ഇനിയുള്ള മറ്റു ചില സിനിമകൾ കൂടി നമുക്ക് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി എങ്ങനെ വൺ ലൈൻ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ സീൻ എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചും കൂടി മനസ്സിലാക്കാം.